മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. നമ്മൾ കണ്ണൂർ ചാലയിലും കാറ് ഗർഡറിൽ കുടുങ്ങിയുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ലാസിമിനെതിരെയാണ് കേസ്. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങൾ നൽകും. ബിജീഷ്, ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതിന്റെ സ്വഭാവം എന്താണ്? സൈഫുദ്ദീൻ, ഇത് ഇന്നലെയായിരുന്നു ഈ സംഭവം നടന്നത്. കണ്ണൂരിൽ ദേശീയപാത 66-ന്റെ പണി നടക്കുന്ന സ്ഥലത്ത് അവിടെ ഗതാഗതം നിരോധിച്ച സ്ഥലമായിരുന്നു. ഈ ഗതാഗതം നിരോധിച്ച സ്ഥലത്തേക്കാണ് ചാല കവലക്ക് സമീപത്തുള്ള ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ഗതാഗതം നിരോധിച്ച സ്ഥലത്തേക്കാണ് ഈ കാറ് പോയത്. തുടർന്ന് ഈ മേൽപ്പാലത്തിന്റെയും അതുപോലെ തന്നെ അടിപ്പാലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് അവിടെ വെച്ചാണ് കാറ് ഇടിഞ്ഞ് താഴോട്ട് പോകുന്നത്. അതായത് ഇത് കുത്തനെ അങ്ങോട്ട് വീഴുകയായിരുന്നു. ഈ രണ്ട് പാലങ്ങൾക്കിടയിൽ, മേൽപ്പാലത്തിനും അടിപ്പാലത്തിനും ഇടയിലുള്ള ഗ്യാപ്പിലൂടെ കുത്തോട്ട് പതിക്കുമായിരുന്നു. പക്ഷെ അത് താഴേക്ക് വീണില്ല, ഇതിനിടയിൽ അവിടെ തങ്ങി നിൽക്കുകയായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് ഫയർഫോഴ്സും മറ്റ് സംവിധാനങ്ങളും എത്തി ഈ കാറ് പൊക്കി പുറത്തേക്കെടുത്തത്. ഡ്രൈവർക്ക് വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പരിശോധനയിലാണ് ഡ്രൈവർ ഈ പറയുന്ന മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ലാസിം മദ്യപിച്ചതായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായത്. തുടർന്നാണ് എടക്കാട് പോലീസ് ഇപ്പോൾ ലാസിമിനെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സൈഫുദ്ദീൻ, സൈഫു, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്നുണ്ടല്ലേ? എന്താണ് സംഭവിച്ചത്? നമുക്ക് കാർ അങ്ങനെ തല കീഴായി തൂങ്ങി നിൽക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഉണ്ടായ അപകടങ്ങളൊക്കെ വലിയ നടുക്കവും ഞെട്ടലും ഉണ്ടാക്കുന്ന, കാരണം പുതിയ കാഴ്ചകളാണ് എല്ലാം, അതുകൊണ്ട് പുതിയ അപകടങ്ങളുമാണ്. പുതിയ അപകടങ്ങൾ. എനിക്ക്